നോക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടെൻഡേഴ്സും അതിൻ്റെ ടൈപ്സും ആണ്. സോ ടെൻഡർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഗവൺമെൻറ് ഏജൻസി അല്ലെങ്കിൽ ഒരു ഫേം അതിനൊരു സർട്ടൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു വർക്കായിരിക്കാം, കൺസ്ട്രക്ഷൻ വർക്കായിരിക്കാം, അല്ലെങ്കിൽ റിപ്പയർ മെയിൻ്റനൻസ് ഒക്കെ ആയിരിക്കാം. സോ അങ്ങനെ ഏതൊരു വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അവർ കുറച്ച് ടെൻഡേഴ്സ് ഫ്ലോട്ട് ചെയ്യും ഇൻ ഓർഡർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ടെൻഡേഴ്സായിട്ട് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യും. അതിപ്പോൾ ന്യൂസ് പേപ്പേഴ്സിൽ പബ്ലിക്കേഷൻസ് കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പബ്ലിക്കേഷൻസ് കൊടുത്തായിരിക്കാം. എന്നിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് അതിന് താല്പര്യമുള്ള കോൺട്രാക്ടേഴ്സ് അവരെ അപ്രോച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ ടെൻഡറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്ത് കോൺട്രാക്ട് അഗ്രിമെൻറ്റിലോട്ട് കിടക്കുന്നത്. So tender is an offer in writing to execute some specific work at certain rates within a fixed time under certain conditions of contract and agreement between the contractor and owner. So for execution of a work through a contractor, tenders are called. By this it is possible to obtain lowest cost and select experienced and competent contractors, taking advantage of competition among കോൺട്രാക്ടേഴ്സ്. സോ ഒരുപാട് കോൺട്രാക്ടേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യുന്ന കോൺട്രാക്ടർ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട റിക്വയർഡ് എക്സ്പീരിയൻസ്, നോളജ് എല്ലാം നമ്മുടെ ഫീൽഡിൽ ആവശ്യമുള്ള കോൺട്രാക്ടറിനെ ആയിരിക്കും നമ്മൾ നമ്മുടെ വർക്ക് ഏൽപ്പിക്കുക. സോ നെക്സ്റ്റ് ടെൻഡർ ഡോക്യുമെൻ്റ് ആണ്. ടെൻഡർ ഡോക്യുമെൻറ്റിൽ ജനറലി എന്തൊക്കെയുള്ളതെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ, NIT. അതാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ന്യൂസ് പേപ്പറിൽ അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്നത്. അതായത് ഇന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ഗവൺമെൻറ് ഏജൻസി അല്ലെങ്കിൽ ഫേമിന് ഇത്ര എമൗണ്ടിൽ തീർക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ഉള്ള കോൺട്രാക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ടീസ്. ദെൻ സെക്കൻഡ് വൺ, ടെൻഡർ ഫോം. അത് കോൺട്രാക്ടേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പം അവർ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ്. ദെൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്. എന്ത് കോൺട്രാക്റ്റ് ആണോ ഈ ഫേം കോൺട്രാക്ടേഴ്സായിട്ട് വയ്ക്കാൻ താല്പര്യപ്പെടുന്നത്, അതിൻ്റെ ജനറൽ കണ്ടീഷൻസ്. പിന്നെ ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക്സ് ടു ബി ഡൺ, എസ്റ്റിമേഷനൊക്കെ ചെയ്ത് ക്വാണ്ടിറ്റീസ് അറിയാമെങ്കിൽ. ദെൻ ടൂൾസ് ആൻഡ് പ്ലാൻസ് ടു ബി സപ്ലൈഡ് ബൈ ദി ക്ലയൻറ്റ്. ഏതെങ്കിലും ടൂൾസും പ്ലാൻസൊക്കെ ക്ലയൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ലൈക്ക് എന്തൊക്കെയാണ് ഇപ്പം വർക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ്. ദെൻ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്സ് ആൻഡ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രോയിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് നെസസറി ഡ്രോയിങ്സ്. ദെൻ പ്രോഗ്രാം ഓഫ് വർക്ക്. ദെൻ പിന്നെ നെയിം ഓഫ് ദി അതോറിറ്റി ഹൂ ഈസ് കോമ്പീറ്റൻറ്റ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദി ടെൻഡർ. ആരാണ് ഇപ്പോൾ നമ്മുടെ കേസ് നോക്കുമ്പോൾ PWD ആണോ, വാട്ടർ അതോറിറ്റി ആണോ, അങ്ങനെ ഏതാണ് അതോറിറ്റി. ദെൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ് അവർ ചൂസ് ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് 12th വൺ, നേച്ചർ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് വർക്ക്, ഇറ്റ്സ് ലൊക്കേഷൻ. ഡീറ്റെയിൽസ്, ഏത് വർക്കിൻ്റെ ഡീറ്റെയിൽസ്, അവർ എത്ര, ഇപ്പോൾ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ലൈക്ക് അതുകൊണ്ട് ആരൊക്കെ ബെനിഫിറ്റഡ് ആവും, ലൈക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ വർക്കാണോ, സിവിൽ വർക്കാണോ, മെക്കാനിക്കൽ വർക്കാണോ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. ഇത്രയും കാര്യങ്ങൾ ടെൻഡർ ഡോക്യുമെൻറ്റ്സിൽ ഇൻക്ലൂഡഡ് ആവും. ദെൻ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്ന് പറഞ്ഞു, ടെൻഡർ നോട്ടീസ്. അതിൽ എസെൻഷ്യലി എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളത്, നെയിം ഓഫ് ദി ക്ലയൻറ്റ് അല്ലെങ്കിൽ അതോറിറ്റി ഇൻവൈറ്റിംഗ് ടെൻഡർ. സോ വടവ് നമ്മുടെ കേസിൽ PWD, വാട്ടർ അതോറിറ്റി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഏത് ഫോമാണ് എന്നുള്ളത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, എന്ത് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം റിപ്പയർ ആണോ, മെയിൻ്റനൻസ് ആണോ, അത് ഫുൾ കൺസ്ട്രക്ഷൻ ആണോ, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. പിന്നെ അടുത്തത് പ്രൈസ് ഓഫ് ടെൻഡർ ഫോം ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്. സോ കോൺട്രാക്ടേഴ്സ് ഇവർ അപ്രോച്ച് ചെയ്യുമ്പം അവർ ടെൻഡർ ഫോം മേടിക്കണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. സോ ആ ടെൻഡർ ഫോമിൻ്റെ പ്രൈസ് എത്രയാണ് ആൻഡ് അതർ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്. ദെൻ ഏർണേഴ്സ് മണി ഡെപ്പോസിറ്റ് ആൻഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതും നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ എന്താണ് ആ ഒരു കോൺട്രാക്ടറിൻ്റെ എലിജിബിലിറ്റി, ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത്. ദെൻ അക്സെപ്റ്റൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ടെൻഡർ, ഏത് അതോറിറ്റിയാണ് ടെൻഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് ആൻഡ് ആരാണത്, എന്ത് ബേസിസിലാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്.
ദെൻ റിട്ടൻഷൻ മണി, പിന്നെ ടൈം ഓഫ് കംപ്ലീഷൻ, എപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സെയിൽ ഓഫ് ടെൻഡർ. അപ്പോൾ എപ്പോഴാണ് ഈ ടെൻഡർ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ടെൻഡർ ഫോം സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ്, ലൈക്ക് ആ ഓഫീസിൽ തന്നെ വെച്ചിട്ടാണോ അതോ വേറെ ഏതെങ്കിലും ഓഫീസിൽ നിന്നാണോ ആ കോൺട്രാക്ടേഴ്സ് ടെൻഡർ ഫോം മേടിക്കേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ടൈമൊക്കെ. ദെൻ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സബ്മിഷൻ ഓഫ് ടെൻഡർ ഫോം മേടിച്ച് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് ഏത് ദിവസത്തിനുള്ളിൽ അത് ഏത് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ദെൻ ടെൻഡർ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം, അത് എപ്പോഴാണ്, ലൈക്ക് ഫോമെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അതോറിറ്റി എപ്പോഴാണ് ഈ കളക്ട് ചെയ്ത ടെൻഡർ ഫോംസ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇതൊരു എക്സാമ്പിളാണ് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ അല്ലെങ്കിൽ ടെൻഡർ നോട്ടീസിന് നമുക്ക് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണാനുള്ള പോലെ. സോ നോക്കുക, നെയിം ഓഫ് വർക്ക് ഉണ്ട്, എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ്, അതുപോലെ അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, പിന്നെ അതിൻ്റെ ഡേറ്റ്, പിന്നെ അതുപോലെ നോക്കി ലാസ്റ്റ് പ്രീ ബിഡിങ് മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ഓൺ 13/7/2016 at 15 hours. അപ്പം എപ്പോഴാണ് ഈ ടെൻഡർ മീറ്റിംഗ്, ടെൻഡർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓപ്പണിംഗ് ബിഡ് ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ടൈം ആൻഡ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് സീൽഡ് ബിഡ്, ദെൻ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ബിഡ്, കോസ്റ്റ് ഓഫ് ബിഡിംഗ് ഡോക്യുമെൻറ്റ്, അതായത് ഒരു ടെൻഡർ ഡോക്യുമെൻറ്റ് മേടിക്കണമെങ്കിൽ ടെൻഡർ ഫോമിന് എത്ര കോസ്റ്റ് ആവും. സോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇതാണ് ഒരു ജനറൽ ഫോമാറ്റ്, നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ അല്ലെങ്കിൽ ടെൻഡർ നോട്ടീസ്, വിച്ച് ഇസ് പബ്ലിഷ്ഡ് ഇൻ ദി കേരള PWD മാനുവലിൽ പബ്ലിഷ് ചെയ്തേക്കുന്നതാണ്. എന്തൊക്കെയാണ് ജനറലി ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ സീരിയൽ നമ്പർ, നെയിം ഓഫ് വർക്ക്, ദെൻ പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്, പീരീഡ് ഓഫ് കംപ്ലീഷൻ, ദെൻ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റും പറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നോക്കും. Then cost of tender form and where available, then last date of sale of tender form, date of receipt of tender, then office where tender should be submitted and any other remarks ഉണ്ടെങ്കിൽ അതെല്ലാം. ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ടൊരു നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മളെപ്പോഴും ഈ ഒരു ടെൻഡർ ഫോം മേടിക്കുമ്പോൾ ടെൻഡർ ഫോമിനൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഉണ്ടാവും. അതുകൂടാതെ ഈ ടെൻഡർ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രാക്ടർ യൂഷ്വലി 1% to 2% ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് വർക്ക് ഈ ടെൻഡർ ഫോമിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കോൺട്രാക്ടർക്ക് ആ വർക്ക് അവാർഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മീൻസ് അക്സെപ്റ്റ് ചെയ്യാതെ കോൺട്രാക്ടർ പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഫേമിന് ഒരുപാട് നഷ്ടം ഉണ്ടാവും ഈ ടെൻഡറിങ് പ്രൊസീജിയർ എല്ലാം നടത്തിയതിൻ്റെ. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അഷുറൻസ് ഓർ ഗ്യാരണ്ടി ഓൺ ദി പാർട്ട് ഓഫ് ദി കോൺട്രാക്ടർ ടു കീപ് ഓപ്പൺ ദി ഓഫർ ഫോർ കൺസിഡറേഷൻ ആൻഡ് ടു കൺഫേം ഹിസ് ഇൻറ്റൻഷൻ ടു ടേക്ക് അപ്പ് ദി വർക്ക് ഇഫ് അക്സെപ്റ്റഡ് ഇൻ ഹിസ് ഫേവർ ഫോർ ദി എക്സിക്യൂഷൻ ആസ് പെർ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ദി ടെൻഡർ. ആൻഡ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് അബൌട്ട് 1 to 2% ഓഫ് ദി ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ആൻഡ് ഇപ്പം ലോവസ്റ്റ് കോട്ടഡ് ആയിട്ടുള്ള കോൺട്രാക്ടറിന് ഈ നമ്മൾ എപ്പോഴും ലോവസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്യുന്ന കോൺട്രാക്ടർക്കായിരിക്കും നമ്മൾ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ലോവസ്റ്റ് കോട്ട് ചെയ്തിട്ടുള്ള കോൺട്രാക്ടർ ആ കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ EMD കോൺട്രാക്ടർക്ക് തിരിച്ചു കൊടുക്കില്ല. സോ അല്ലാത്തവർക്ക് എല്ലാവർക്കും ഈ EMD ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. സോ അതിൻ്റെ മെയിൻ എയിം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എ കോമ്പൻസേഷൻ ആൻഡ് ഓൾസോ പണിഷ്മെൻറ്റ് ഇപ്പം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ റെസ്ട്രിക്ഷൻ ഓൺ അൺനെസസറി കോമ്പറ്റീഷൻ. സോ അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പം ആ ഒരു റിക്വയർഡ് നോളജും എക്സ്പീരിയൻസൊക്കെ ഉള്ളവർ മാത്രമായിരിക്കും ഈ കോൺട്രാക്റ്റിൽ പങ്കെടുക്കാൻ വരുള്ളൂ. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ അൺനെസസറി കോമ്പറ്റീഷൻ. നെക്സ്റ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇനിയിപ്പം കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്തു, ലോവസ്റ്റ് ബിഡറിൻ്റെ കോൺട്രാക്റ്റ് ലോവസ്റ്റ് ബിഡർ കോൺട്രാക്ടർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർ ഒരു
10% ഓഫ് ടെൻഡർ എമൗണ്ട് കൂടി ഡെപ്പോസിറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഇൻക്ലൂഡിങ് ദി ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വർക്ക് സാറ്റിസ്ഫാക്ടറി ആയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മെയിൻ്റനൻസ് റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ 10% എമൗണ്ടിൽ നിന്നെടുത്തിട്ടായിരിക്കും ആ വർക്ക് നമ്മൾ മെയിൻ്റനൻസ് ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. So, security deposit serves as a guarantee that the contractor performs the work as per the specifications and maintains satisfactory progress. നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്ത് കൊടുക്കും, ബട്ട് ഓൺലി ആഫ്റ്റർ ദി മെയിൻ്റനൻസ് പീരീഡ് ഓഫ് അബൌട്ട് 6 to 12 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഹാൻഡ് ഓവർ ഓഫ് ദി വർക്ക് ടു ദി ക്ലയൻറ്റ്. സോ ദി കോൺട്രാക്ടർ ഹൂസ് ടെൻഡർ ഹാസ് ബീൻ അക്സെപ്റ്റഡ് to deposit about 10% of the tendered amount as security money with the department inclusive of the earnest money already deposit, and it is refunded after satisfactory completion of the work, whole work within the specified limit time. 6 to 12 months കഴിഞ്ഞാലാണ് കൊടുക്കുള്ളൂ. if the contractor fails on this ആ സ്പെസിഫിക്കേഷൻസ് അതുപോലെ കോൺട്രാക്ടർ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി മണി എടുത്തിട്ടായിരിക്കും ആ വർക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. സോ EMD എന്താണെന്ന് നോക്കുക, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്താണെന്നും നന്നായിട്ട് നോക്കണം. EMD എന്ന് പറഞ്ഞാൽ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 to 2% ഓഫ് ദി എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. അത് സബ്മിറ്റ് ചെയ്യുന്നത് ടെൻഡർ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതെന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്ടർ ലോവസ്റ്റ് ബിഡർ ആയിട്ടുള്ള കോൺട്രാക്ടർ